പ്രിയമുള്ള വിദ്യാർത്ഥികൾ എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാലാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് കെമിസ്ട്രി നമ്മൾ എവിടെ എത്ര ഡിഗ്രിക്കായാലും MSc-ക്കായാലും ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കെമിസ്ട്രി സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാം. എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്, അതുപോലെ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ, ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കെമിക്കൽ ബോണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത്. എന്താണ് കെമിക്കൽ ബോണ്ട്? അപ്പോൾ നമ്മൾ വാട്ടർ മോളിക്യൂൾ നമുക്കറിയാം H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട് നമുക്കറിയാം. അതുപോലെ മീതെയിൻ ആണെങ്കിൽ CH4, കോപ്പർ ഗ്യാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ് CH4. അതുപോലെ ഒരുപാട് കോമ്പൗണ്ടുകൾ നമുക്കറിയാം. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, HNO3, അമോണിയ, NH3, കോപ്പർ സൾഫേറ്റ്, CSO, ഒരുപാട് കോമ്പൗണ്ടുകൾ നമുക്കറിയാം. അപ്പോൾ ഇതിലെല്ലാം ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, കമ്പൈൻഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ വാട്ടർ മോളിക്യൂൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ 2 ഹൈഡ്രജനും ഓക്സിജനും ആയിട്ടാണ് മോളിക്യൂൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ, കുറച്ച് വാട്ടർ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ അനവധി കോടാനുകോടി ഇങ്ങനെയുള്ള മോളിക്യൂൾസുകൾ, 2 ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നിട്ടുള്ള അനവധി മോളിക്യൂൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള നമുക്കറിയാം അത് ഉണ്ടായിരിക്കുന്നത് 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മോളിക്യൂളിലെ പരസ്പരം ഈ 3 ആറ്റങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ ഫോഴ്സിനെ, ഇങ്ങനെയുള്ള മോളിക്യൂൾസിലെ ആറ്റങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ആ ഫോഴ്സിനെ പറയുന്നതാണ് കെമിക്കൽ ബോണ്ട്, രാസബന്ധനം. മലയാളത്തിൽ രാസബന്ധനം എന്ന് പറയും. ദാറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഹോൾഡ്സ് ദി ആറ്റംസ് together in a molecule is called chemical bond. The force that holds the attractive force that holds the atoms together, or the attractive force between the atoms in a molecule is called bond. സാധാരണ ഇതിൽ ഈ ബോണ്ട് ഫോം ചെയ്യുന്നത് ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ, പരസ്പരം ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ പങ്കുവെച്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് ാണ് ഇതുണ്ടാകുന്നത്. ദാറ്റ് ഈസ് ഫോംഡ് ബൈ ദി ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഓർ ബൈ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്, കെമിക്കൽ ബോണ്ട്സ്. അപ്പോൾ കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു മോളിക്യൂളുകളിലെ ആറ്റങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ആ ഫോഴ്സിനെ പറയുന്നതാണ് കെമിക്കൽ ബോണ്ട്സ്. അപ്പോൾ അത് ആ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഫോഴ്സ് പലതരത്തിലുള്ള ഫോഴ്സ് ആവും, അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ബോണ്ടുകളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് അയോണിക് ബോണ്ടും അതുപോലെ കോവലന്റ് ബോണ്ട്സ്. പിന്നെ 2 ബോണ്ടിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. വേറെയും ബോണ്ടുകളുണ്ട്, പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അയോണിക് ബോണ്ട്സ്. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫോംഡ് ബൈ ദി ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. അതുപോലെ കോവലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യം പഠിക്കാൻ. അയോണിക് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു, കോവലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു, അതാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കറിയേണ്ടത് ഈ മോളിക്യൂളുകളിലെ ആറ്റങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് മോളിക്യൂളായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യം, വൈ എലിമെൻറ്റ്സ് എൻ്റർ ഇൻ ടു കെമിക്കൽ കോമ്പിനേഷൻ ടു ഫോം മോളിക്യൂൾസ്? എന്തിനാണ് ഈ ആറ്റങ്ങൾ മോളിക്യൂളായിട്ട് മാറുന്നത്, അവയ്ക്ക് തനിയെ നിന്നുകൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു എലിമെൻ്റാണ് ഹൈഡ്രജൻ. പക്ഷേ ഹൈഡ്രജനെ നമുക്ക് ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ആറ്റായിട്ട് നമുക്ക് കാണില്ല. എപ്പോഴും ഹൈഡ്രജൻ ഒന്നുകിലും മറ്റൊരു ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്ത് H2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും, H2 മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് മാറും. അല്ലെങ്കിൽ ഹൈഡ്രജൻ നൈട്രജനായിട്ട് കമ്പൈൻ ചെയ്ത് അമോണിയ ഫോം ചെയ്യും. സൾഫറായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ സൾഫൈഡ്, റോട്ടനൊക്കെ സ്മെൽ ഗ്യാസ്, ഹൈഡ്രജൻ സൾഫൈഡായിട്ട് മാറാം. അല്ലെങ്കിൽ കാർബണായിട്ട് കമ്പൈൻ ചെയ്ത് ഡിഫറെൻറ്റ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഹൈഡ്രജൻ നമുക്കറിയാം അറ്റോമിക് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് വളരെ അപൂർവമാണ്. അതല്ലെങ്കിൽ മറ്റേ എലിമെൻറ്റുകൾ ഓക്സിജൻ ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ മറ്റേ എലിമെൻറ്റുകളായിട്ട് സോഡിയമായിട്ട് കമ്പൈൻ ചെയ്ത് സോഡിയം ഓക്സൈഡായിട്ട് മാറുന്നു.
മഗ്നീഷ്യമായിട്ട് കമ്പൈൻ ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഇടുമ്പോൾ ഒരുവിധ ഓക്സിജനൊക്കെ എല്ലാ എലിമെൻറ്റുകളായിട്ട് കമ്പൈൻ ചെയ്ത് അവയുടെ ഓക്സൈഡുകളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഓക്സിജൻ മറ്റൊരു ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് O2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓസോൺ 3 ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഓസോണായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതിൽ അതേസമയം ഓക്സിജൻ ആറ്റമായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്തിനാണ് വൈ എലിമെൻറ്റ്സ് എൻ്റർ ഇൻ ടു കെമിക്കൽ കോമ്പിനേഷൻ ടു ഫോം മോളിക്യൂൾസ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം. എന്തായിരിക്കും അതിന് കാരണം? അപ്പോൾ അതായിരുന്നു സയൻറ്റിസ്റ്റുകളെയും കുഴക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെ. ഇപ്പോൾ അതിൽ അവർ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്, നമുക്കറിയാം ഇനർട്ട് ഗ്യാസസ് 18th ഗ്രൂപ്പ് എലിമെൻറ്റ് ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്ന് പറയുന്ന എലിമെൻറ്റുകൾ നമുക്കറിയാം അവ മോളിക്യൂൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അപ്പോൾ അത് സ്റ്റഡി ചെയ്തപ്പോൾ അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹീലിയം വെച്ച് ബാക്കിയെല്ലാം 2s2 2p6, നിയോൺ ആണെങ്കിൽ 2s2 2p6, ആർഗൺ ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 3s2 3p6, 4s2 4p6, 5s2 5p6, റെഡോൺ ആണെങ്കിൽ 6s2 6p6. അതായത് എല്ലാത്തിലും കാണുന്നത് 8 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോസൽ, ലൂയിസ് ആൻഡ് കോസൽ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകൾ ഇത് പ്രപ്പോസ്ഡ് റൂൾ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഒക്ടറ്റ് റൂൾ. അതായത് എലിമെൻറ്റ്സ് മറ്റ് എലിമെൻറ്റ്സുകളൊന്നും 8 ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ 8 ഇലക്ട്രോൺ ഉള്ളത് അവരുടെ അഭിപ്രായത്തിൽ 8 ഇലക്ട്രോൺ ഉള്ളത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ടാണ് ഇവ മറ്റ് എലിമെൻറ്റുകളായിട്ട് കമ്പൈൻ ചെയ്യാത്തതെന്നാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ മറ്റ് എലിമെൻറ്റുകൾ ഇങ്ങനെ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്ത് മോളിക്യൂൾസ് ആവുന്നത് ഇങ്ങനെയുള്ള ഈ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാനാണ് ഇവ മറ്റ് എലിമെൻറ്റുകൾ കമ്പൈൻ ചെയ്യുന്നതാണ് അവരുടെ നിഗമനം. അതിൽ നിന്നാണ് ഒക്ടറ്റ് റൂൾ ഉണ്ടാകുന്നത്. എന്താണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്? അറ്റംസ് ഓഫ് വേരിയസ് എലിമെൻറ്റ്സ് എൻ്റർ ഇൻ ടു കെമിക്കൽ കോമ്പിനേഷൻ ഇൻ ഓർഡർ ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസി ഷെൽ. അതായത് മൂലകങ്ങൾ കെമിക്കൽ കോമ്പിനേഷൻ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് മറ്റ് എലിമെൻറ്റുകൾ കമ്പൈൻ ചെയ്യുന്നത് അവയുടെ ഒക്ടക്റ്റ് എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോൺ വാലൻസി ഷെല്ലിൽ 8 ഇലക്ട്രോൺ നേടുവാൻ വേണ്ടിയിട്ടാണ് അവ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നതെന്നാണ് റൂൾ പറയുന്നത്. That is proposed by 2 scientists, Lewis and Cossel എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകളാണ് അത് പ്രപ്പോസ് ചെയ്യുന്നത്. എന്താണ് ഒക്ടറ്റ് റൂൾ? അറ്റംസ് ഓഫ് വേരിയസ് എലിമെൻറ്റ്സ് എൻ്റർ ഇൻ ടു കെമിക്കൽ കോമ്പിനേഷൻ ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ്, അതായത് ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസി ഷെൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവാനാണ് എലിമെൻറ്റ്സ് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നതെന്ന് പറയുന്നത്. Or atoms contain 8 electrons in their valency shell are stable. 8 ഇലക്ട്രോൺ വാലൻസി ഷെൽ ഉള്ളത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ടു അറ്റൈൻ ഒക്ടറ്റ് ദ ഷെയർ ഇലക്ട്രോൺസ് ഓർ എക്സ്ചേഞ്ച് ഇലക്ട്രോൺസ്. ഒന്നുകിൽ ഷെയർ ചെയ്യുക ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ 8 ഇലക്ട്രോൺസ് അച്ചീവ് ചെയ്യുന്നത്. ഇതാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അയോണിക് ബോണ്ടിനെ കുറിച്ചിട്ടും കോവലന്റ് ബോണ്ടിനെ കുറിച്ചും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ലൂയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു സിമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് സിമ്പിൾ ഈസ് നോൺ ആസ് ലൂയിസ് സിമ്പിൾസ്. പിന്നെ ടു സ്റ്റഡി the formation of ionic bond or formation of covalent bonds, a new symbol system is introduced by Jean Lewis and it is known as Lewis symbols. അപ്പോൾ അതിലെ സിമ്പിളിലെ ആകെ ഇത്രയേ ഉള്ളൂ. ഏതാണോ ആറ്റം അതിൻ്റെ സിമ്പിൾ കാണിക്കുക, അത് മാത്രമല്ല അതിലെ വാലൻസ് ഇലക്ട്രോൺസ് ഡോട്ടായിട്ട് കാണിക്കുക. ഇത്രയാണ് അതിൽ ചെയ്യുന്നുള്ളൂ. ലൂയിസ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എത്രയാണ് വാലൻസ് ഇലക്ട്രോൺസ്? എല്ലാ ഇലക്ട്രോൺസും കാണിക്കുന്നില്ല, വാലൻസ് ഇലക്ട്രോൺസ് ഡോട്ടായിട്ട് കാണിക്കുക. ഇതിനെ പറയുന്നതാണ് ലൂയിസ് സിമ്പിൾസ് എന്ന് പറയാം. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഇതിൽ വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് അറിയണം. ഇപ്പോൾ ആദ്യത്തേൽ NS1 ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 1 ഇലക്ട്രോൺ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇലക്ട്രോൺ വാലൻസി ഷെല്ലുണ്ടെന്ന് അറിയാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു എലിമെൻറ്റിൻ്റെ സിമ്പിൾ വരയ്ക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ലൂയിസ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ, അതിൻ്റെ ലൂയിസ് സിമ്പിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടോ നോക്കുക, അത് ഡോട്ടായിട്ട് കാണിക്കുക. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പാണ്, ഫസ്റ്റ് ഗ്രൂപ്പിലാണ് അത് എന്നറിയാം. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 ആണ്. അതായത് വാലൻസി ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്, 1 ഇലക്ട്രോൺ. ഇത് സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പറയുന്നില്ല. ഇനി 13th ഗ്രൂപ്പിൽ നമ്മൾ നോക്കുക, ബോറോൺ ഫാമിലിയിൽ NH2NP1 3 ഇലക്ട്രോണാണ് ഉണ്ടാവുക. ഇതാണെങ്കിൽ NH2NP2 വാലൻസി ഷെല്ലിൽ 4 ഇലക്ട്രോണാണ്
15th ഗ്രൂപ്പിലെ NH2NP3 5 ഇലക്ട്രോണാണ്. അടുത്തതിൽ 6 2+4 വാലൻസി ഷെല്ലിലെ 6 ഇലക്ട്രോണാണ്. ഇതിലെ 7 ഇലക്ട്രോണാണ്. ഇതിലാകുമ്പോഴോ NH2NP6 രണ്ടും 6 8 ഇലക്ട്രോണാണ്. അപ്പോൾ ഇതിൽ ഹൈഡ്രജൻ കേസിൽ ഒരു ഇലക്ട്രോണില്ല, ആ ഒരു ഇലക്ട്രോൺ ഡോട്ടായിട്ടാണ്. ഇതാണ് ലൂയിസ് സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഏത് ആറ്റത്തിൻ്റെ ആണോ സിമ്പിൾ ലൂയിസ് സിമ്പിൾ വരയ്ക്കുന്നത് അതിൻ്റെ സിമ്പിൾ എഴുതുക. അതിനുശേഷം അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ മാത്രം അത് ഡോട്ടായിട്ട് കാണിക്കുക. ഇതിനെ പറയുന്നതാണ് ഇലക്ട്രോൺ ഡോട്ട് സിമ്പിൾ ഓർ ലൂയിസ് സിമ്പിൾസ്. നമുക്ക് വേറൊരു എലിമെൻറ്റ് നോക്കുക, ലിഥിയം ആണെങ്കിൽ ഇത്രേ വേണ്ടോ, Li ഒരു വാലൻസ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഈ ഗ്രൂപ്പിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എല്ലാത്തിനും ഒരു വാലൻസ് ഇലക്ട്രോൺ ഉള്ളൂ. ഇതിലിപ്പോൾ ലിഥിയത്തിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. ടോട്ടൽ 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിലും അതിൽ 3 ഇലക്ട്രോണും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന വാലൻസ് ഇലക്ട്രോൺ മാത്രമാണ് ലൂയിസ് സിമ്പിളിൽ കാണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ മാത്രമാണ് അതിൽ ഉണ്ടാവുള്ളൂ. സോഡിയം ആണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ഇലക്ട്രോൺ ആണ് ഉണ്ടാവുള്ളൂ. 1 ഇലക്ട്രോൺ മാത്രം കാണിക്കേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം കോർ ഇലക്ട്രോൺസ് ആണ്, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോണുകളാണ്. ഇനിയിപ്പോൾ ബെർലി ആണെങ്കിൽ നമുക്കറിയാം അതിൽ 2 ഇലക്ട്രോൺ കാണിക്കണം. ഒന്ന് ഇവിടെയും ഒന്ന് ഓപ്പോസിറ്റായിട്ട് കാണിച്ചാൽ മതി, എവിടെ കാണിച്ചാലും കുഴപ്പമില്ല. ഇനി അടുത്തത് മെഗ്നീഷ്യ ആണെങ്കിൽ ഇതേ ഗ്രൂപ്പിൻ്റെയാണ്, അത് അവിടെ 2 ഇലക്ട്രോൺ ആണ് കാണിക്കേണ്ട കാര്യമുള്ളൂ. എല്ലാ ഇലക്ട്രോണും ലൂയിസ് സിമ്പിൾ കാണിക്കില്ല, വാലൻസ് ഇലക്ട്രോൺസ് മാത്രമാണ് ലൂയിസ് സിമ്പിൾ കാണിക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ എലിമെൻറ്റിൻ്റെയും ലൂയിസ് സിമ്പിൾ നമുക്ക് വരയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ നോക്കിയാൽ മതി ഏത് ഗ്രൂപ്പാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ 3 ആയതുകൊണ്ട് 3 ഇലക്ട്രോൺ, ബോറോണിൽ 3 ഇലക്ട്രോൺ, അലുമിനിയത്തിലും 3 ഇലക്ട്രോൺ, കാർബൺ ആണെങ്കിൽ 4 ഇലക്ട്രോൺ ആണ്, നൈട്രജൻ ആണെങ്കിൽ 5 ഇലക്ട്രോൺ, ഫോസ്ഫറസ് ആണെങ്കിൽ ഇതേപോലെ 5 ഇലക്ട്രോൺ വരയ്ക്കുക, സിലിക്കൺ ആണെങ്കിൽ ഇവിടെ 4 ഇലക്ട്രോൺ വരയ്ക്കുക, അത്രയേ ഉള്ളൂ. ഓക്സിജൻ ആണെങ്കിൽ 6 ഇലക്ട്രോൺ കാണിക്കണം, 2 4 5 6. സൾഫർ ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ് 6 ഇലക്ട്രോൺ കാണിക്കുക. ഫ്ലൂറിൻ ആണെങ്കിൽ 7 ഇലക്ട്രോൺ കാണിക്കണം. ഇനി ക്ലോറിൻ ആണെങ്കിലും ഇതേപോലെ 7 ഇലക്ട്രോൺ കാണിക്കണം, 2 4 6 7. നിയോൺ ആണെങ്കിൽ 8 ഇലക്ട്രോൺ വരും. കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് എന്ന് പറയാം, ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പറയുന്നതാണ് ലൂയിസ് സിമ്പിൾസ്. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഫോർ ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് സിമ്പിൾസ് ഫോർ ദി എലിമെൻറ്റ് ആൻഡ് 1 ഡോട്ട് ഫോർ ഈച്ച് വാലൻസ് ഇലക്ട്രോൺ. ഓരോ വാലൻസ് ഇലക്ട്രോണും ഓരോ ഡോട്ടാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനെ പറയുന്നതാണ് ലൂയിസ് സിമ്പിൾ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അയോണിക് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ കോവലന്റ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ അയോണിക് ബോണ്ട് ഫോർമേഷൻ നമ്മൾ പഠിക്കുകയാണ്. എങ്ങനെയാണ് അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്? ഫോർമേഷൻ ഓഫ് NaCl. ഒരു ടിപ്പിക്കൽ അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് NaCl, സോഡിയം ക്ലോറൈഡ്. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള സോഡിയം ക്ലോറൈഡ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അയോണിക് ബോണ്ട് ഫോർമേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓരോ എലിമെൻറ്റും നമ്മൾ എഴുതുക, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതുക, ലൂയിസ് സിമ്പിൾ എഴുതുക. അപ്പോൾ സോഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിലൊരു ഇലക്ട്രോൺ ഉള്ള 11th എലിമെൻ്റ് ആണ്, 11 അതിൻ്റെ ആറ്റോമിക് നമ്പർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആയിരിക്കും, അല്ലെങ്കിൽ 1s2 2s2 2p6 3s1 ആയിരിക്കും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2,8,1. അപ്പോൾ ഒരു ഇലക്ട്രോൺ മാത്രമാണ് അതിൽ വാലൻസ് ഷെല്ലുണ്ടായിരിക്കും. ഇതേപോലെ തന്നെ ക്ലോറിനും നമ്മൾ വരയ്ക്കുക. ക്ലോറിനിൽ 17th എലിമെൻ്റ് ആണ്, അപ്പോൾ അത് 7 ഇലക്ട്രോൺ ഉള്ളത്. അത് നമുക്കിങ്ങനെ കാണിക്കുക 2 4 6 7 28,7. അപ്പോൾ ഇതാണ് കോമ്പിനേഷനിൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ സോഡിയം അതുപോലെ സോഡിയം ആറ്റവും ക്ലോറിനും നമ്മൾ കമ്പൈൻ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് കമ്പൈൻ ചെയ്തൊരു വെളുത്ത ഒരു പൊടിയായിട്ട് മാറും, അതായത് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യും. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒക്ടറ്റ് റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത് എലിമെൻറ്റ്സ് എൻ്റർ ഇൻ കെമിക്കൽ കോമ്പിനേഷൻ നോട്ട് ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ദയർ വാലൻസി ഷെൽ. 8 ഇലക്ട്രോൺ ആവാനാണ്, വാലൻസി ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഇവിടെ 2,8,1 ആണ്, 7 ഇലക്ട്രോൺ വേണം ഇവിടെ വാലൻസി ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവാൻ. 8 ഇലക്ട്രോൺ ആവാൻ അത് അസംഭവമാണ്. ഓരോ ഇലക്ട്രോൺ വരുന്നതനുസരിച്ച് റിപ്പൽഷൻ കൂടും. അതേസമയം ഈ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എന്തായി, 2,8 വാലൻസി ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി. അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ 2,8,7 ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ക്ലോറിന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയും 8 ഇലക്ട്രോൺ ആവും, ഇവിടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, സോഡിയം അതിൻ്റെ ഒരു ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ട് ക്ലോറിന് ഡൊണേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എന്തായി, ഇങ്ങോട്ട് ഈ ഒരു ഇലക്ട്രോൺ ക്ലോറിന് ഡൊണേറ്റ്. അപ്പോൾ ഇവിടെ 8 ഇലക്ട്രോണായി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെയാണെങ്കിലോ 2,8 ഇവിടെയും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജുള്ള
കാറ്റയോൺ ആയിട്ട് മാറി. പോസിറ്റീവ് ചാർജുള്ള ഒരു Na+, ഒരു ഇലക്ട്രോൺ പോയത്, അതുകൊണ്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ടായി. ഇപ്പോൾ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8 ഒക്ടറ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണായി. അതുപോലെ ക്ലോറിന് ഒരു ഇലക്ട്രോൺ ലഭിച്ചപ്പോൾ 8 ഇലക്ട്രോണായി. അപ്പോൾ അതിന് ഒരു നെഗറ്റീവ്, ഒരു ഇലക്ട്രോൺ കൂടി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജ് അതിന് ഡെവലപ്പ് ചെയ്യും, -1. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,8. അപ്പോൾ രണ്ടിനും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി, സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം മോളിക്യൂള് ഫോം ചെയ്യുമെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണും നെഗറ്റീവ് ചാർജുള്ള ആനയും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് അവിടെ ഇവയെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടിനെ പറയുന്നതാണ് അയോണിക് ബോണ്ട്. ദ ബോണ്ട് ഫോംഡ് ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അതർ and the force of attraction is electrostatic force of attraction, and such a type bond is called ionic bond or electrovalent bond. Ionic bond or electrovalent bond is formed by the complete transfer of one or more electrons from one atom to other. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ഇലക്ട്രോണോ ഒന്നോ അതിലധികം ഇലക്ട്രോണുകളോ ട്രാൻസ്ഫർ ചെയ്തുണ്ടാകുന്ന ബോണ്ടിനെ പറയുന്നതാണ് അയോണിക് ബോണ്ട്. അപ്പോൾ കാറ്റയോണും ആനയോണും ഉണ്ടാകുന്നു, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിൽ അയോണും ഉണ്ടാകുന്നു. അവ തമ്മിൽ പരസ്പരം പിടിച്ചിരുത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് attraction. Here the electrostatic force of attraction between the oppositely charged ions that held the atoms together. പരസ്പരം പിടിച്ചു നിർത്തുന്നു എന്ന് പറയാം. ഇതാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ട് ഫോംഡ് ബൈ ദി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അതർ ഈസ് കോൾഡ് അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ്. ഇതേപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ മഗ്നീഷ്യം അതിൻ്റെ സിമ്പിൾ ചെയ്താൽ, ലൂയിസ് സിമ്പിൾ ചെയ്താൽ മഗ്നീഷ്യത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 2 ഡോട്ട് കാണിക്കുക, പ്ലസ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 12 ആറ്റമിക് നമ്പർ. 1s2 3s2 2 ഇലക്ട്രോൺ ഉണ്ടാവുക. ഓക്സിജൻ നമുക്കറിയാം 8 ആറ്റമിക് നമ്പർ, 2,6 6 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഇതിന് 2,8,2, ഇവിടെ 2,6. അപ്പോൾ ഇവിടെ ഓക്സിജന് 2 ഇലക്ട്രോൺ കൂടി വേണം. അതേസമയം മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ പോയാൽ മതി, ഇവിടെ ഓക്ടറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യും? മഗ്നീഷ്യം ഈ 2 ഇലക്ട്രോണും ഓക്സിജനെ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ എന്തായി? മഗ്നീഷ്യം ഇതിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ ചാർജ് +2 ചാർജ് ഡെവലപ്പ് ചെയ്തു, 2,8 ആയി. അതേസമയം ഓക്സിജന് 2- ആയി. 2 ഇലക്ട്രോൺ നേടിയപ്പോൾ 2- ആയി. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2,8. ഇപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് മഗ്നീഷ്യം ആൻഡ് oxide ion. And the bond formed will be ionic bond, because here the bond formed by the complete transfer of 2 electrons from magnesium to oxygen. ഇങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിനെ പറയുന്നതാണ് അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട്. ഇവിടെ മഗ്നീഷ്യം ഓക്സൈഡ്. ഇപ്പോൾ ഇതിൻ്റെ കെമിക്കൽ ഫോമുല എന്തായിരിക്കും? ഒരു മഗ്നീഷ്യം ഒരു ഓക്സിജൻ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അതിന് കെമിക്കൽ ഫോമുല MgO എന്ന് എഴുതാം. മഗ്നീഷ്യം ഓക്സൈഡ് MgO. ഇതിൻ്റെ വാലൻസി 2, ഇതിൻ്റെ വാലൻസി 2. അപ്പോൾ 2 എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ് ഒന്ന് നോക്കി നോക്കുക നമുക്ക്. ഫോർമേഷൻ മഗ്നീഷ്യം ക്ലോറൈഡ് ഇതേപോലെ നമ്മൾ മഗ്നീഷ്യം എഴുതാം. മഗ്നീഷ്യത്തിലെ 2 വാലൻസ് ഇലക്ട്രോൺ ഉള്ളത്. ക്ലോറിനിൽ നമുക്കറിയാം 7 ഇലക്ട്രോൺ ഉള്ളത്, 2,8,7. ഇതിൽ മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ മാത്രമാണ് 2,8 ആവുള്ളൂ. അതേസമയം ക്ലോറിന് 1 ഇലക്ട്രോൺ മാത്രം മതി, 1 ഇലക്ട്രോൺ മതി. അപ്പോൾ ഈ 1 ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ ക്ലോറിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും, സാറ്റിസ്ഫൈ, ഈ ക്ലോറിൻ സാറ്റിസ്ഫൈഡ് ആവും. പക്ഷേ മഗ്നീഷ്യം സാറ്റിസ്ഫൈഡ് ആവില്ല, കാരണം അവിടെ 1 ഇലക്ട്രോൺ ബാക്കി വരും. അത് ഇവിടെ 2,8 ആവണം. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ മഗ്നീഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. എന്തായിരിക്കും? ഈ 1 ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാനായിട്ട് മറ്റൊരു ക്ലോറിനും കൂടി അവിടെ ഉണ്ടായിരിക്കും. മറ്റൊരു ക്ലോറിൻ, ആ സാമ്പിളിലെ മറ്റൊരു ക്ലോറിൻ ഈ 1 ഇലക്ട്രോണിനെ അതിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എന്തായി? ഇപ്പോൾ ഓരോ ക്ലോറിനാറ്റും 2 ക്ലോറിനാറ്റും ഈ 2 ഇലക്ട്രോണിനെ 2 ക്ലോറിൻ ആറ്റംസ് ഈച്ച് റിസീവ് 2 ഇലക്ട്രോൺസ് ഫ്രം ദി മഗ്നീഷ്യം. ഈ 1 ഇലക്ട്രോൺ ഇവിടെ ഈ ക്ലോറിനെ ഡൊണേറ്റ് ചെയ്യും, ഈ 1 ഇലക്ട്രോൺ മറ്റൊരു ക്ലോറിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ Mg2+ ആവും. അതേസമയം ഓരോ ക്ലോറിനും ഓരോ Cl- ആയിട്ട് ക്ലോറൈഡ് അയോണായിട്ട് മാറും. അപ്പോൾ ഇവിടെ
മഗ്നീഷ്യം അയോൺ ഫോം ചെയ്യുന്നു, അതുപോലെ ഇവിടെ 2 ക്ലോറൈഡ് അയോൺസ് ഫോം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എന്തായിരിക്കും? MgCl2. MgCl2 മഗ്നീഷ്യം ക്ലോറൈഡ്. അത് മഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2ആണ്, അതിവിടെ എഴുതി. ക്ലോറിൻ്റെ വാലൻസി 1ആണ്, അതിവിടെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. MgCl2. ഇതാണ് മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം മഗ്നീഷ്യം ടു ഈച്ച് ക്ലോറിൻ. അടുത്തത് നമ്മളിപ്പോൾ അയോണിക് ബോണ്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഡെഫിനിഷൻ പറയാം. അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോൺ ബോണ്ട് ഫോംഡ് ബൈ ദി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം one or more electron from one atom to another. Positively charged ions is called cation and is formed by loss of electron. Negative ion is called anion and is formed by the gain of electron. The attractive force between oppositely charged ion is called ionic bonds. Example NaCl, കാൽസ്യം ഫ്ലൂറൈഡ്, കാൽസ്യം ഓക്സൈഡ്, ഇതൊക്കെ തന്നെ എക്സാമ്പിളാണ്. ഇനി ഒരു ഹോംവർക്കാണ് നിങ്ങൾക്ക്. എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് അയോണിക് ബോണ്ട് ഇൻ ദി ഫോളോവിങ് കോമ്പൗണ്ട്സ്: കാൽസ്യം ഫ്ലൂറൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, സോഡിയം സൾഫൈഡ്, കാൽസ്യം ഓക്സൈഡ്. ഇതിൽ എങ്ങനെയാണ് ഈ മോളിക്യൂൾസ് ഫോം ചെയ്യാമെന്ന് നിങ്ങൾ ഇതേപോലെ ലൂയിസ് സിമ്പിൾ എഴുതുക. എന്നിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ കാണിച്ച് നിങ്ങൾ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് കാണിക്കുക. അതിൻ്റെ കെമിക്കൽ ഫോർമുലയും കൂടി എഴുതണം. മോളിക്യൂൾസിൻ്റെ കെമിക്കൽ ഫോർമുല എന്തായിരിക്കും എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിക്കുന്നത്.